3 കളി തോറ്റതിന് ശേഷം എല്ലാം അവസാനിച്ചു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ എല്ലാം ആഗ്രഹങ്ങളെല്ലാവരും പൊട്ടിപ്പൊളിഞ്ഞ പോലെയായിരുന്നു അന്നത്തെ അവസ്ഥ. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് പെട്ടെന്ന് ഞാൻ ഒരു എക്സാമ്പിളായി ഒരു കാര്യം പറയാം. നമ്മൾ ജീവിതത്തിൽ ഒരു സംഗതിയാണ് അഴിവർക്ക് ചെയ്ത് നമ്മുടെ കൈക്കന്ന് പോയി സംഗതി, പക്ഷേ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡായി അത് തിരിച്ച് നമ്മളെ ലൈഫിലെത്തുന്നു. ഒരു ഫീൽ ആണ് ആ കളിന് ശേഷം എനിക്ക് ലഭിച്ചത്. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വിജയം എത്രത്തോളം വലുതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഒരു കഥ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് ഏറ്റവും ചെറിയ ടീമാണ്. നിങ്ങളിപ്പോൾ പഴയ ഗ്രൗണ്ടൊന്ന് നോക്കി, ചെന്നൈ എന്ന ടീമും ഒരു വേറെ ലെവലിലുള്ള ടീമാണെന്ന്. ഈ തോൽവി മാത്രം കൊണ്ട് ചെന്നൈനെ അളക്കാനുള്ളതല്ല. ചെന്നൈ പറഞ്ഞാൽ ഒരു 5 ഗോൾ എല്ലാ കളിയും നല്ല ഗോളടിച്ച അത്യാവശ്യം നല്ല പൊസിഷനൊക്കെ നിൽക്കുന്നൊരു ടീമാണ് ചെന്നൈ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ഇതുവരെ ഒരു ക്ലീൻ ഷീറ്റ് ഇല്ല. ഇതുവരെ ഒരു നല്ല ഗോൾ കൺസീഡ് ചെയ്ത ടീമായിരുന്നു. പക്ഷേ ചരിത്രം കുറിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റത്തെ ക്ലീൻ ഷീറ്റുമായി. ഫസ്റ്റത്തെ ക്ലീൻ ഷീറ്റാണ്, അത്ഭുതപ്പെടേണ്ട. ഓക്കെ, അപ്പോൾ എൻജോയ് ദാറ്റ് പെയിൻ. ഓക്കെ ഗൈസ്, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു ടീം വിജയിക്കുമ്പോഴുള്ളൊരു ഫീൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ ഗൈസ്, നമ്മുടെ എടുത്ത് പറയേണ്ട 3 പ്ലേയേഴ്സാണ്. നോഹ സദൈ പറഞ്ഞാൽ എടുത്ത് കയറി കളിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വളരെ ഫോമിൽ തന്നെ കളിയിൽ. ഓക്കെ, ഞാൻ മെയിനായി ലുക്ക് ചെയ്തതാണ്. പിന്നെ അഡ്രിയാൻ ലൂണ. ഗൈസ്, അഡ്രിയാൻ ലൂണ ഈസ് ബാക്ക്. നിങ്ങൾക്ക് ഒരു പേടിയും പേടിയാണ്. നീ മജീഷ്യൻ്റെ ഒരു മാജിക് മാൻസ് നീ പറയാം കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അടുത്തതായി നമ്മുടെ രാഹുൽ KP. ഇതുവരെ ഇന്ത്യൻ സ്ട്രൈക്കർ ഗോൾ അടിച്ചിട്ടില്ല, വളരെ കുറവാണ്. ഫുള്ള് ഫോറിൻ പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു രാഹുൽ KPൻ്റെ ഒരു ഗോൾ, നമുക്ക് പുതിയ സ്ട്രൈക്കേഴ്സ് രാഹുൽ KPയുടെയും ലൂണയുടെയും ഒരു തിരിച്ചു വരവ്. വാവ്, ഇറ്റ്സ് ഗുഡ്. പിന്നെ കൊറോസിങ്ങിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. വാസ് എ സൈലൻറ്റ് കില്ലർ. ഓക്കെ, കൊറോസിങ് ഒരു സൈലൻറ്റ് കില്ലർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ പറയണം.